ആരും ഇല്ലാത്തല്ലേ? ഓ എന്റെ ദിനേശ, മോനെ വിളിക്കാൻ പോണതേ രാത്രി 9 മണിക്ക്. അവൻ കോയമ്പത്തൂർ ഫ്ലൈറ്റ് ഇറങ്ങും. അതിന് ഞാനും മൂപ്പരുണ്ടേ, നീ മറക്കണ്ടതിന്. എടാ അത് നാളെ, അത് വേറെ പോണം. കല്യാണം ഉണ്ട് ഗുരുവായൂര്. 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണേ. നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കണ്ട, ഞാൻ ഒരു 4:30 വിളിക്ക. ഓ എപ്പോഴും മറവി. നീ എവിടെയെങ്കിലും എഴുതി വെക്ക്. ഓ ശരി ശരി. വല്ലാത്തൊരു ഡ്രൈവർ തന്നെ. മോളെ, നീ എന്റെ മോനെ കണ്ടിട്ടുണ്ടാ? ഇല്ല ചേച്ചി. ശരിയാലേ. നീ ഇപ്പൊ ഇവിടെ പണിക്ക് വന്നിട്ട് 5 മാസമല്ലേ ആയുള്ളൂ. നീ വരുന്നതിന് 1 മാസം മുമ്പാ അവൻ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോയത്. ബാംഗ്ലൂർ പഠിക്കുക. ഇനിയിപ്പോ അടുത്ത കൊല്ലത്തോടെ കോഴ്സ് കഴിയും. അത് കഴിഞ്ഞിട്ടെന്തോ പുറത്തൊക്കെ പോണം വേണ്ടൊക്കെ പറയുന്നുണ്ട്. ഒന്നും അറിയില്ല. ഇന്ന് രാത്രി ഇപ്പൊ എത്തുന്നുണ്ടേ. ഇപ്പൊ വന്നു കഴിഞ്ഞാ 1 മാസം എന്തായാലും ഇവിടെ ഉണ്ടാവും. ആണോ? പിന്നെ നാളെ മൂപ്പന്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച താലികെട്ട്. അപ്പം ചെക്കൻ വന്നു വേണ്ടി എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല. മൂപ്പര് പിന്നെ അതും പറഞ്ഞുകൊണ്ടിരിക്കേ. അപ്പൊ ഞങ്ങൾ നാളെ ഒരു 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. അവനെ പിന്നെ രാത്രി ഇന്ന് കൂട്ടാൻ പോണല്ലോ. അതും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാകും. പിന്നെ അവൻ വന്ന് കിടന്നോട്ടെ, ക്ഷീണം ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഞങ്ങള് മാത്രമേ പോകുന്നുള്ളേ. അപ്പൊ മോൻ ഇവിടെ ഉണ്ടാകും. നീ അത് പറഞ്ഞിട്ട് ലീവ് ആക്കാൻ നിൽക്കണ്ട കേട്ടാ. എപ്പോഴും വരുന്ന പോലെ തന്നെ ഞാൻ വന്നാ പോരെ? അത് മതി. ഇനിയിപ്പൊ അവൻ എത്ര മണിക്കാണ് എണീക്കാന്നൊന്നും അറിയില്ലല്ലോ. അവിടെയാണെങ്കിൽ ഏത് നേരം ഹോസ്റ്റൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ കുട്ടിക്ക് നാവിന്റെ രുചിയൊക്കെ പോയിട്ടുണ്ടാകും. അവനാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാ. അതുകൊണ്ടേ ഞങ്ങൾ രാത്രി തന്നെ ചിക്കനോ മട്ടനൊക്കെ വാങ്ങിച്ച ഫ്രിഡ്ജിൽ കയറ്റാ. നീ രാവിലെ വന്നതും കുറച്ച് പുട്ടും കടലക്കറിയും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്ക്. അതവന് ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ എണിച്ചതിന് ശേഷം എന്താ ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ടേ നന്നായി ഉണ്ടാക്കി കൊടുക്കണേ. ഞങ്ങള് ആ കല്യാണം കഴിഞ്ഞ റിസപ്ഷനും കഴിഞ്ഞിട്ടും രാത്രി 10-10:30 ആവും. അതങ്ങൾ എറണാകുളത്താണേ. ചേച്ചി, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ബാബു വരാൻ പറഞ്ഞല്ലോ. ഇത്രയും നേരമായിട്ട് കാണൂല. ഏയ് കൊച്ചേ, എന്താ ഇവിടെ വീട്ടുകാരത്തിയില്ലേ? കൊറേ നേരമായില്ലേ ഞാൻ അവിടെ കിടന്ന് ബെല്ലടിക്കുന്നത്, ആരും തുറക്കുന്നില്ല. അത് ബാബുട്ടാ, ബെല്ല് കേടായി കിടക്ക. ചേച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ, വിളിക്കണോ? ഓ വിളിക്കൊന്നും വേണ്ട കൊച്ചേ. വർക്ക് ചെയ്യാത്ത ബെല്ല് കൊണ്ടെത്താൻ കുത്തിക്കൊണ്ടിരുന്ന്. അല്ല സുമതേച്ചി അത്യാവശ്യമായിട്ട് എന്നെ കാണണം പറഞ്ഞല്ലോ, എന്താ കാര്യം? അറിയില്ല ബാബുട്ടാ. അറിയില്ലേ? അതറിയാത്ത ഈ പണിയെടുക്കുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏകിലും ഒളിഞ്ഞെന്ന് കേട്ട് മനസ്സിലാക്കണം. അങ്ങനെയല്ലേ ഒരു പണിക്കാരത്തേക്ക് വേണ്ടത്. ഇന്ന് വരുന്നുണ്ട്. ബാബു നീ എത്തിയാ? സുമതേച്ചി ഇതാ ഇപ്പൊ എത്തിയല്ലോ. അല്ല എന്താ വിളിപ്പിച്ചത്? ഒറ്റ മിനിറ്റ്, ഫോണിലാടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാം. ഓ ആയിക്കോട്ടെ, ഇവിടെ വെക്കാം. ചേച്ചി പറയ്. എന്ത് കാര്യമായിട്ട് ഫോൺ ചെയ്ത് വിട്ടിരിക്കുന്നത്? ഇന്ന് രാത്രി അവരുടെ മോൻ വരുന്നുണ്ട്. ആര്? ബാംഗ്ലൂരിലെ ചെക്കൻ മനുവാ? ചെക്കനെ കൊറേ കാലമായിട്ട് ബാംഗ്ലൂരില് പഠിക്കാനാണെന്ന് പറഞ്ഞു. എന്ത് പഠിപ്പ്? ഇത്രയും വർഷം ഉണ്ടോ പഠിപ്പ്? ചെക്കനെ അവിടെ എന്തോ ഉണ്ടായി പോന്നു. ഫുൾ ടൈം എമ്മും കഞ്ചാവും സ്റ്റാമ്പൊക്കെയാണ്. കഴിഞ്ഞ വരുത്തിന് കണ്ടു. ഇങ്ങനെയുണ്ട് മുഖം. ഉറക്കം വേണ്ട, ഇതൊന്നും അടച്ച ഉറക്കം കിട്ടില്ലാന്ന്. അല്ല ആ ചെക്കനും പറഞ്ഞ കാര്യമില്ല. ഈ കാണുന്നൊന്നും അല്ലാട്ടാ, ഇറ്റൾക്ക് പൂത്ത കാഴ്ചയുണ്ട്. എല്ലാം പെട്ടി പൂത്ത് വെച്ചിരിക്കല്ലേ. ചക്കൻ ചോദിക്കുമ്പോ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഈറ്റുകൾ രണ്ടും അവിടെ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നാ ചക്കൻ ചെയ്തെന്ന്. ചെക്കൻ ആടെ പെണ്ണും കഞ്ചാവും കള്ളും ഒക്കെ ആയിട്ട് യോഗം. അല്ല ഇപ്പൊ എന്താ ഇങ്ങോട്ട് വരാൻ കാരണം? എന്തെങ്കിലും വിശേഷം ഉണ്ടാ? വെക്കേഷൻ ആയിട്ട് വരാന്നാ ചേച്ചി പറഞ്ഞത്. എന്ത് വെക്കേഷൻ? വെക്കേഷൻ ഇവിടെയാണ് വരിക. അവിടെയല്ലേ ഈ പബ്ബും കാര്യങ്ങളുള്ളൂ, അവിടെയല്ലേ. ചെക്കന് കാറുണ്ടല്ലോ, അങ്ങ് എറണാകുളത്ത് പോയാൽ പോരെ. അവിടെ ഉണ്ടല്ലോ ഈ കുന്തമൊക്കെ. പക്ഷെ ഈ എമ്മും സാധനമൊക്കെ കിട്ടണ്ടേ? ചെക്കൻ ആടുന്നു ബാഗിലാക്കി കൊണ്ടുവരേക്കില്ലേ? എനിക്കൊന്നും അറിയില്ല ബാബുട്ടാ. നീ ഒന്നും അറിയാണ്ട് അയ്യോ പാട്ട് വിടുന്നു. പിന്നെ കൊച്ചേ, ആ ചെക്കൻ ഒറ്റയ്ക്കുള്ള സമയത്ത് നീ ഇവിടെ നിൽക്കല്ലേ. എല്ലാ തരികടി ആയിരിക്കും. കള്ളും കഞ്ചാവൊക്കെ അടിച്ച് ഒരു ബോധമില്ലാണ്ട് എന്തെങ്കിലും ചെയ്താലേ നഷ്ടപ്പെടാൻ നിനക്കാട്ടുണ്ടാകുക. സമാധാനം അക്ഷരം ഉണ്ടാൻ പറ്റില്ല. തീർത്ത് കളിയും. പൈസ ഉള്ള ടീമല്ലേ. ബാബു വാ. ഓ സുമതേച്ചി വന്നു. കൊച്ചു ഞാൻ പറഞ്ഞൊന്നും പറയല്ലേ. അടുക്കളയിലൂടെ പോകുന്നുണ്ട് കേട്ടാ.
ഓ വല്ലാത്ത ചൂടില്ലേ. പിന്നെ എന്താ സുന്ദരിച്ചേ, എന്തിനു പഠിപ്പിച്ച്? മനു വരുന്നുണ്ട്, ഇന്ന് രാത്രി കുട്ടി എത്തും. ഓൻ വരുന്നുണ്ടാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല എന്താ വിശേഷം? വെറുതെ വരിക? വിശേഷമൊന്നുമില്ല, പക്ഷെ നീ ഉണ്ടാക്കണം. അതിനു വേണ്ടിയല്ലേ ഇപ്പൊ നിന്നെ വിളിച്ചു വരുത്തിയത്. 1 മാസം അവൻ എന്തായാലും ഇവിടെ ഉണ്ടാകും. അവൻ തിരിച്ചു പോണതിന്റെ ഉള്ളിലേ അവന് വേണ്ടി നല്ലൊരു കുട്ടിനെ നീ ഞങ്ങക്ക് കണ്ടെത്തി തരണം. അത് പറയും. ഇപ്പൊ അതിനല്ലേ നമ്മൾ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയില്ലേ? ഞാൻ നോക്കിയപ്പോ എന്താണെന്ന് അല്ലേ, ചെക്കൻ കുറെ കാലമായില്ല ഇപ്പൊ ബാംഗ്ലൂരില്. ഇപ്പൊ അവിടെ ചെക്കന് അതിനും പ്രേമം ഉണ്ടാവും. നമ്മളിവിടെ അതിന് കുട്ടിനെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഓനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത്? എന്താടാ നീ എന്റെ കുട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, ബാംഗ്ലൂരല്ലേ പഠിക്കുന്നത്, അവിടെ പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവിടെ ഇങ്ങനെയൊക്കെയാന്ന് നീ കണ്ട? വെറുതെ ഓരോന്ന് പറയാൻ നിക്കല്ലേ ബാബു. നീ ഞാൻ ചോദിച്ചതിന് ആദ്യം മറുപടി പറ. അതാ വേറെ ആരെങ്കിലും നോക്കണ? പറ്റാണ്ട് പിന്നെ ഞാൻ ഈ സിനിമയിലൊക്കെ ബാംഗ്ലൂരിനെ കുറിച്ച് കൊണ്ടപ്പോ അങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലേ. അല്ലെങ്കിൽ നമ്മുടെ മനുവാണ് നമുക്ക് അറിഞ്ഞൂടെ? തറവാട്ടിൽ പറഞ്ഞ മോനല്ലേത്? അതിന് നിങ്ങളുടെ മാനല്ലേ, അതിന്റെ ഗുണം കാണിക്കാതിരിക്കുവോ? എന്നാലും 1 മാസം സമയമില്ലേ, അപ്പോഴേക്കും നല്ല അടിപൊളി ഒരു ന്യൂ ജനറേഷൻ പെൺകുട്ടിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. പോരെ? എടാ, ഈ ഒരുപാട് മോഡലായിട്ട് നടക്കണ അങ്ങനത്തെ ഒന്നും വേണ്ട. നമ്മുടെ കുടുംബത്തിന് പറ്റിയ നല്ലൊരു കുട്ടി, അവനും അതന്നെയാ ഇഷ്ടം. ആയിക്കോട്ടെ, അങ്ങനത്തെ അതല്ലേ നമുക്ക് നല്ലത്. എന്തായാലും ഇപ്പൊ ഇന്ന് ബുധനാഴ്ചയല്ലേ, വ്യാഴം വെള്ളി ശനി ഞായർ, ഈ ഞായറാഴ്ച നമുക്ക് പെണ്ണ് കാണാൻ പോവാ. ജാതകം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് വാട്സപ്പ് അയച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതിനനുസരിച്ച് നോക്കിയാ പോരെ? അതൊന്നും വേണ്ടടാ, ജാതകത്തിലൊക്കെ എന്തിരിക്കണേ, മനപ്പുറത്ത് നോക്കിയാ പോരെ. എന്നാ പിന്നെ ഈ ഞായറാഴ്ച ഞങ്ങൾ ഉറപ്പിക്കട്ടെ. ഇവന്റെ പെങ്ങളെ മലപ്പുറത്താ, അവളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിട്ടാ. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചു പറയുന്നത് ഞായറാഴ്ചയല്ലേ, അപ്പോഴേക്കും ഞാൻ കുട്ടിനെ ഒപ്പിക്കും. നിങ്ങൾ പെങ്ങളോടും അളിയനോടും എല്ലാവരും വരാൻ പറയും. ആദ്യത്തെ പെണ്ണ് കാണലല്ലേ, കുറെ ആൾക്കാർ പോകുമ്പോ നമുക്ക് രണ്ടസം തന്നെയല്ലേ. എന്നാ ശരി. അല്ല ഇപ്പൊ എന്തെങ്കിലും വേണോ? വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട. ഈ പെണ്ണ് കാണലൊന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം കൂടി ഒറ്റ അത് തന്നാ മതി. ഇടയ്ക്കിടയ്ക്ക് തരണ്ടല്ലോ, അത് നിങ്ങൾക്കൊരു ഇതല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി. ശരി, ഇപ്പൊ ആടെ ചിത്രത്തിൽ ഇറങ്ങുന്നുണ്ടേ. നീ അങ്ങനെ തന്നെ പോ, അതിലല്ലേ വന്ന്. ആരും ഇല്ലാത്തല്ലേ? ആരാ? ഞാനിവിടെ പണിക്ക്. ഓക്കെ, നിങ്ങളായിരുന്നല്ലേ. അമ്മ പറഞ്ഞത് ഒരു പേര്. അതെ, ചായ ആയിട്ടുണ്ട്, എടുത്തു വെക്കട്ടെ? ഇത്ര ആയിട്ടൊന്നായോ? അല്ല, താൻ കഴിച്ചോ? ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാ. അത് വീട്ടിൽ നിന്നല്ലേ, താൻ ഇത്ര നേരം ഇവിടെ പണിയെടുത്തല്ലേ. ആദ്യം താൻ കഴിച്ചോ, എനിക്ക് പിന്നെ മതി, വിശക്കുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് എന്താ വേണ്ടത്? മട്ടനാണോ അതോ ചിക്കനോ? അയ്യോ, ഈ ചൂടത്ത് മട്ടൻ ചിക്കൻ ഒന്നും വേണ്ട. പറ്റുകയാണെങ്കിലേ സാമ്പാറും കുറച്ച് കൂട്ടുകറി ഉണ്ടാക്കി തരുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. ഉണ്ടാക്കി തരാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അയ്യോ, അതൊക്കെ ഞാൻ ചെയ്യാം. എടാ, താൻ എന്തൊക്കെയാ ചെയ്യാ? വീട് അടിക്കണം, തുടയ്ക്കണം, പാത്രം കഴുകണം, ഭക്ഷണം ഉണ്ടാക്കണം, തുണി തിരുമണം. ഇതൊക്കെ ബാംഗ്ലൂർ ഒരാൾ ചെയ്യണമെങ്കിൽ എത്ര പൈസ കൊടുക്കണമെന്നറിയോ? ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ. ഇവിടെ വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കണം, നമ്മുടെ കടമയല്ലേ. അത് ഞാൻ ചെയ്തോളാം. ഇപ്പൊ വെള്ളമോ ജ്യൂസ് എന്തെങ്കിലും വേണോ? അതൊക്കെ വേണമെങ്കിൽ ഞാൻ എടുത്തു കുടിക്കാം. അല്ല, ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഇവിടെ അമ്പലത്തിന്റെ അടുത്താ. ശരി. അല്ല, വീട്ടിൽ ആരൊക്കെയുള്ളത്? അമ്മയും ഒരു അനിയത്തിയുള്ളത്. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? +2 വരെ.
അത്രേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അച്ഛൻ. ഓക്കെ. അല്ല അപ്പൊ +2 കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയോ? പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇതുകൂടാതെ വേറൊരു വീട്ടിലും കൂടി ഞാൻ പണിക്ക് പോകുന്നുണ്ടേ. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഡിഗ്രിക്ക് കറസായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഹാ, വെരി ഗുഡ്. എന്തായാലും ഈ സ്വന്തമായിട്ട് പണിയെടുത്ത് പഠിക്കാന്ന് പറഞ്ഞല്ലേ, അത് ഭയങ്കര ഒരു പവർ തന്നെയാണ്. ഈ വീട്ടുകാരെ അറിയാണ്ടേ ഞാൻ ബാംഗ്ലൂരിൽ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഈ ഹോസ്റ്റലിലും കോളേജിലൊക്കെ ഭയങ്കര ഫീസാണോ, ഇവരോട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ 18 വയസ്സിന് ശേഷം വീട്ടുകാരെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറ്റാത്ത കാര്യം. ഇവരെ നിർബന്ധിച്ചുകൊണ്ടാ. ഇവിടെ പെണ്ണ് നോക്കുന്നുണ്ടല്ലോ. ഈ പഠിപ്പ് കഴിയാത്ത മുൻപ് എന്താ കല്യാണം എന്നായിരിക്കില്ല ചോദ്യം. എടാ എന്റെ പഠിപ്പ് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിനെ വർക്ക് ചെയ്താ. പിന്നെ എനിക്ക് കാനഡയ്ക്ക് പോകുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടേ. അപ്പൊ അവിടെ പോകാൻ വേണ്ടി ഒരു കോഴ്സ് ചെയ്യാം. ഇപ്പോൾ ജോലിക്ക് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ 6 മാസമായി. ഈ അവിടെ പോകുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് എന്നെ കെട്ടിക്കണം, അതിന്റെ തിരക്കാ. അപ്പൊ ബാംഗ്ലൂര് നമുക്ക് പറ്റിയ പെൺകുട്ടികളൊന്നും ഇല്ലേ? ഗേൾ ഫ്രണ്ട് ഇല്ലേന്നായിരിക്കില്ലേ. ഈ പഠിക്കുന്ന സമയത്ത് കുറച്ച് പ്രേമിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ നമ്മള് ഈ വീട്ടുകാരന്റെ പൈസയും ചെലവാക്കി നമ്മളെയൊക്കെ വിശ്വസിച്ചായില്ല ഇത്രയും ദൂരത്ത് നമ്മളെ പഠിപ്പിക്കാം. അപ്പൊ അവരെയൊക്കെ ചതിച്ചിട്ട് ഈ പഠിക്കേണ്ട സമയത്ത് പ്രേമിച്ച് നടക്കണല്ലേ, അതൊരു തെറ്റായ ഏർപ്പാടല്ലേ. അല്ല, പ്രേമം തെറ്റെന്നല്ല, പക്ഷേ നമുക്ക് ലക്ഷ്യം മറന്നിട്ടേ ഒന്നും ചെയ്യരുത്. കാരണം എന്റെ കുറെ കൂട്ടുകാരുണ്ടേ, അവർ ഈ പഠിക്കാൻ വിട്ട സമയത്ത് വീട്ടുകാരെയും പറ്റിച്ച് പ്രേമിച്ച് നടന്ന ഒരു 5-6 മാസം കണ്ട് പെൺകുട്ടികൾ അവരെ വഴിക്ക് പോയി. പിന്നെ അതിന്റെ ഡിപ്രഷനിൽ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് ഒരു ജോലിയില്ല കൂലിയില്ലാണ്ട് വെറുതെ, അതിന്റെ ആവശ്യമില്ലല്ലോ. എന്ത് ചെയ്താലും ലക്ഷ്യം മറന്ന് കളിക്കില്ല ഞാൻ. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്താ ചെയ്യാലോ, അതല്ല നല്ലത്. അല്ല തനിക്ക് കല്യാണ പ്രായമായില്ലേ, ചെക്കനൊന്നും നോക്കുന്നില്ലേ? അമ്മ വയ്യാതെ കിടക്ക. പിന്നെ ഒരു ചെറിയ അനിയത്തിയുള്ളത്, അവള് പഠിച്ചോണ്ടിരിക്കണേ. അപ്പൊ അവരിനെയൊക്കെ വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. തന്നെയൊക്കെ സമ്മതിക്കണോ, ഇത്ര പ്രതിസന്ധിയിലും തളരാണ്ടേ പണിയെടുത്ത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ടല്ലോ. തന്റെയൊക്കെ പ്രായത്തിലേ ഞാൻ വീട്ടുകാരെ ആശ്രയിച്ച് ജീവിക്കുക. ഐ അപ്രിഷിയേറ്റ് യു. മറ്റുള്ളവരുടെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലൂടെയോ അറിയാത്ത ആളെ ഒരിക്കലും വിലയിരുത്താൻ നിൽക്കരുത്. അത് തീർത്തും തെറ്റായിരിക്കും.